ഈ ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ പറയും ഈച്ച വന്നിരുന്നാൽ അതിനൊരു നാച്ചുറാലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കാത്തത് അതിൽ കെമിക്കൽ ഉള്ളതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പല രീതിയിൽ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇപ്പം വളരെ ഈ നെയ്യടക്കം നമ്മൾ യൂസ് ചെയ്യുന്ന പറയാം നാച്ചുറലായിട്ട് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് എത്ര നാൾ ഇരിക്കും അത്? അത് ഇപ്പം നമ്മുടെ ഓൾറെഡി ഷെൽഫ് ലൈഫ് കുറവാണ് കമ്പാരിറ്റീവ്ലി. സാധാരണ ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 2 years 3 years ഒക്കെ അവർ ഷെൽഫ് ലൈഫ് കൊടുക്കും. നമ്മുടെ 8 months to 1 year ആണ് മാക്സിമം. നമ്മൾ വാട്ടർ കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സിന് മാത്രമാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടി വരിക. വാട്ടർ കണ്ടന്റ് ഇല്ലാത്തതിന് നമ്മൾ ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാം. അതായത് പ്രിസർവേറ്റീവ് ആയിരിക്കില്ല അതിൽ. അപ്പം നമ്മൾ കുറച്ച് ശരിക്കും സ്ട്രഗിൾ ഉണ്ട്, കാരണം നാച്ചുറൽ മാത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതായത് നാച്ചുറൽ ഉണ്ട്, നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ഇവർ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഐസോഅമൈൽ ലോറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും അതൊരു സിന്തറ്റിക് നെയിം പോലെ തോന്നും, പക്ഷെ അത് നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഒലിവ് ഓയിലിൽ നിന്നോ കോക്കനട്ട് ഓയിലിൽ നിന്നോ അങ്ങനെയൊക്കെ ഇതാക്കുന്നത്. പിന്നെ ചില ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ജെല്ലിങ് ഏജന്റ് ഉണ്ട്, നാച്ചുറൽ ജെല്ലിങ് ഏജൻസ് ഉണ്ട്. പൊതുവെ എല്ലാവരും അതാ യൂസ് ചെയ്യല്, സാന്തകം. അതിന് പക്ഷെ ഒരു സോപ്പി ടെക്സ്ചറാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല. അപ്പം നമ്മൾ ഇത് ആക്ച്വലി ഫ്രാൻസിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ജെല്ലിങ് ഏജന്റാണ്. ഇത് സിന്തറ്റിക് പോലെയാണ് ഒരു, പക്ഷെ നമ്മളൊരു 1% താഴെ നമ്മൾ ആഡ് ചെയ്യും, അത് ഒരു ഹോൾഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പം നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതെന്ന് പറയുമ്പോൾ ഈക്കോസേർട്ടിലൊക്കെ ഒരു ഇതാണ്, ഈക്കോസേർട്ട് കോസ്മോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രൂവൽ ഇതാണ്, അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളതിന്. അപ്പം മാക്സിമം നമ്മുടെ എല്ലാത്തിലും ഈക്കോസേർട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ കോസ്മെറ്റിക്സിൽ അലൗഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചില സിന്തറ്റിക് ഇതുകളൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പം ഓരോ ഇൻഗ്രീഡിയൻസ് പുതിയതായിട്ട് ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടാണ്, കാരണം സിലിക്കോണിന് ഒരു ഓൾട്ടർനേറ്റീവ്, ഇമൾസിഫയർ സിന്തറ്റിക്കിന് ഒരു ഓൾട്ടർനേറ്റീവ്, അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ.